ഹലോ ഗൈസ്, ഇച്ചസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശമായ ആലുവയുടെ പെരിയാറിന് തീരത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ്. കേരളത്തിൽ 108ഓളം ശിവക്ഷേത്രങ്ങളുണ്ടെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ആലുവയിലെ മഹാദേവൻ്റെ ഈ ക്ഷേത്രം. ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന മഹാശിവരാത്രി വളരെ പ്രസിദ്ധമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അന്നേ ദിവസം ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കാൻ ഒത്തുകൂടുന്നത്. ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ മരിച്ചുപോയ ബന്ധുക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നുള്ള വിശ്വാസം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു. ശിവരാത്രി കൂടാതെ കർക്കിടക വാവിനും ധാരാളം ഭക്തർ ബലിയിടാൻ ഇവിടെ വരാറുണ്ട്. ഇതുകൂടാതെ ധനുമാസത്തിലെ തിരുവാതിരയാണ് മറ്റൊരു പ്രധാന ആഘോഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാദേവ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ മഹാദേവൻ്റെ ഒരു ക്ഷേത്രമാണ് ഇത്. സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ഒരു ശിവക്ഷേത്രമാണ് ആലുവ ശിവക്ഷേത്രം. മഴക്കാലത്ത് പെരിയാറിൽ നിന്ന് വെള്ളം കയറി വിഗ്രഹം മുങ്ങുമ്പോൾ ആ സമയത്താണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. വളരെ വിശാലമായൊരു പാർക്കിംഗ് ഏരിയ നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെ സമയമെന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ 11 മണി വരെയും ഉച്ചതിരിഞ്ഞ് 5 മണി മുതൽ 8 മണി വരെയാണ് ടൈമിങ്. ആത്മീയമായ അന്തരീക്ഷത്തിനപ്പുറം വൈകുന്നേരങ്ങളിൽ നദീതീരത്തോടുള്ള യാത്രകൾ, അവിടുത്തെ പ്രകൃതി സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. പെരിയാറിൻ്റെ കുറുകെയുള്ള പാലം വളരെ മനോഹരമാണ്. അതിൽ നിന്നുള്ള കാഴ്ചകൾ അതിഗംഭീരമാണ് ഗൈസ്. അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗൈസ്. പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ?
സൈഡിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ എയ്റോപ്ലെയിൻ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.